ഹലോ ഗായ്സ്, വെൽക്കം ടു മിഥുൻ കപ്പിൾസ് യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളുടെ ടൈറ്റിലും കണ്ണിനൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന്. വി ആർ ഗോയിങ് ടു കൊച്ചി മിസാരീസ് ബിനാലയിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ പോകാൻ വേണ്ടി നമ്മൾ വാട്ടർ മെട്രോയിൽ എല്ലാ സ്റ്റുഡൻസിനെ അസംബ്ലി ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ കാര്യം പറഞ്ഞില്ലെന്ന് മനസ്സിലായത്. അപ്പൊ നമ്മൾ കോളേജിൽ നിന്നാണ് കേട്ടോ ഇപ്രാവശ്യം പോകുന്നത്. അതായത് MCA പിള്ളേരെ ആസ് പാർട്ട് ഓഫ് ദി കരിക്കുലം നമ്മൾ ഒരു സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യണം. അവരുടെ ആർട്ടായിട്ടോ IQS ആയിട്ടോ വിസിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലമാണ് മിസാരീസ് ബിനാലെ. അപ്പൊ നമ്മളിത് തേർഡ് മണ്ടിയാണ് കേട്ടോ പോകുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോയി ഇറ്റ് ഇസ് എ ചാർജബിൾ, ദാറ്റ് ഇസ് 250-350 കോസ്റ്റ് ആണ് കേട്ടോ. സോ വി ആർ മൂവിങ്. അപ്പൊ നമ്മളിപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും വാട്ടർ മെട്രോയിൽ അസംബ്ലി ചെയ്യാൻ പറഞ്ഞു. വാട്ടർ മെട്രോയിൽ എത്തിക്കഴിഞ്ഞു അവിടെ 20 മിനിറ്റ്സ് വന്നാണ് നമുക്ക് വാട്ടർ മെട്രോ വരിക കേട്ടോ. എന്നിട്ട് വാട്ടർ മെട്രോ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മ എന്തൊരു ഭംഗി. ഓരോ ഫ്ലാറ്റ് കാണുമ്പോൾ ഈശ്വര ഇത്രയും നീളത്തിലാണോ ഫ്ലാറ്റ് ഉള്ളത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതേപോലെ കുറേ സിനിമകളിലൊക്കെ ഞാൻ കണ്ടത് കണ്ടെയ്നേഴ്സിനെയൊക്കെ മൂവ് ചെയ്ത് വെക്കുന്നത് അതേ ഹാർബേഴ്സിലൊക്കെ. അതൊക്കെ ഇവിടെ നമുക്ക് ലൈവായി കാണാട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. ഇതാണ് സോങ്കോ ഷിപ്പിംഗ്, അതേപോലെ ജങ്കാസ് എല്ലാം അങ്ങനെ കാണാൻ നമുക്ക് എല്ലാം അങ്ങനെ വിസിബിൾ ആയിട്ടുണ്ടാവും. പതുക്കെയാണല്ലോ വാട്ടർ മെട്രോ നീങ്ങുള്ളൂ. അപ്പൊ അതിനകത്ത് നേരെ എത്തിയപ്പോൾ വൈപ്പിനെത്തിയിട്ട് വൈപ്പിൻ കഴിഞ്ഞിട്ടാണ് ഫോർട്ട് കൊച്ചി കേട്ടോ. അപ്പൊ നമ്മുടെ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ എന്താണ് അവിടെ പോകുന്നത്, ഹൗ ഇറ്റ് ഇസ് മൂവിംഗ് എന്നൊക്കെ. അപ്പൊ നമ്മളിതാ പോകുമ്പോൾ ജങ്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ജങ്കാറിലാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ജങ്കാർ ഇസ് നത്തിങ് ബട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ വെഹിക്കിൾസ് എന്താണെങ്കിലും അതിലേക്ക് കയറ്റും, അതൊന്ന് അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ വാട്ടർ മെട്രോന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് നമ്മൾ ഇറങ്ങിയ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ രസം, മീനിന്റെയും നല്ല ഇതിന്റെയും ഒക്കെ. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയ ശേഷം നമ്മൾ പുറത്ത് എത്തിയതേ ഉള്ളൂ വാട്ടർ മെട്രോന്ന്. അപ്പോഴേക്ക് ടൂറിസ്റ്റ് ഗൈഡൊക്കെ എങ്ങോട്ടാ പോകണ്ടേ ഇവിടെ പോകണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഓട്ടോക്കാരൊക്കെ പറയാൻ തുടങ്ങി അങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ നമ്മൾ നേരെ റൈറ്റ് തിരിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ആർട്ട് മ്യൂസിയം ഉണ്ടായിരുന്നു. നമുക്ക് മേജറായിട്ട് പോകേണ്ടത് ആസ്പിനോവാൾ പെപ്പർ ഹൗസ് അങ്ങനെയുള്ള സ്ഥലത്തിലേട്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിത് വർക്ക്ഷോപ്പ് പോലത്തെ നടത്തുന്നതും കുറെ കുട്ടികൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും ഒക്കെ പാർട്ടിസിപ്പേറ്റ്, അവരുടെ ആർട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ അവർ വന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ പോലെ. അതേപോലെ ഇങ്ങനെ ക്ലേ ആർട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് ഒരു പെയിന്റിംഗ് ആർട്ട് പോലെ നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വന്നതിന് റിമെമ്പറൻസ് ആയിട്ട് നമ്മളത് ചെയ്തു കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും വാൾസിൽ സ്ക്രിബിൾ ചെയ്യാം, റൈറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ചാർട്ടിലൊക്കെ വരച്ച് നമ്മൾ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വെക്കാൻ കേട്ടോ. കുറെ കളേഴ്സ് എല്ലാം ഉണ്ടാവും അവിടെ, എല്ലാ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ജസ്റ്റ് വി നീഡ് ടു യൂസ് ഇറ്റ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ അവിടുത്തെ ആ ക്ലേയും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൊളീഗായ ഉമാ മാമും എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാമും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാം ലഡൂസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഓരോ കുട്ടികൾ ശിവലിംഗം കുറെ പേരുണ്ടായിരുന്നു കേട്ടോ. പേര് സ്പെസിഫൈ ചെയ്യുന്നില്ല, എല്ലാവരും കുറെ ഉണ്ടാക്കി. ആൻഡ് ഇത് മാം പറഞ്ഞു ഇത് ചുറ്റി ലഡൂസ് ഒക്കെയാണ്, പ്ലേറ്റ് ഫുൾ ഓഫ് ലഡൂസ് ഒക്കെയാണ്. കുറെ പേര് ഡോണറ്റ് ശിവലിംഗം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി എന്താ അല്ലേ, നമുക്കിങ്ങനെയാണ് ആലോചിക്കുന്നത് പ്രാവൊക്കെ എങ്ങനെയാണോ അവർ ഉണ്ടാക്കിയത്. നമ്മുടെ ക്രിയേറ്റീവ് അവസാനം സ്റ്റിക്ക് ചെയ്ത് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയുള്ള വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.